ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ നിയമത്തെ വോട്ടറാണെന്ന് പറഞ്ഞ് ചെന്ന് ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. 2000 രൂപ വെച്ച് 10000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തുടങ്ങുകയാണ്. ഇവിടെ നടക്കുന്നത് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ കൊണ്ടും UDF കൊണ്ടും രാവുകൾ കഷ്ടപ്പെടുത്തി, രാത്രിയും പകലുമില്ല കഷ്ടപ്പെടുത്തിയിട്ട് അവൻ പ്രദാനം ചെയ്ത സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹാരം കാണണം എന്നുള്ളതല്ല, എന്റെ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. നാളെ ഈ സമയമാവുമ്പോ 12 മണിപ്പോ ഏതാണ്ട് എല്ലാം വ്യക്തമാവുമല്ലോ. ഇപ്പം കഴിഞ്ഞ 1 മാസക്കാലമായി നമ്മൾ നടത്തിയ ചർച്ച, കൂട്ടൽ, കുറയ്ക്കൽ, വിശകലനം, അതിനെല്ലാം വിരാമമിടുകയാണ്. നമുക്കിനിപ്പോ നാളെ തന്നെ കാണാം. ഇനിയിപ്പോ ഏതാനും സമയങ്ങളുള്ളൂ. മുഴുവൻ ഒരു UDF-ന്റെ തിരിച്ചുവരവാണ് പറയുന്നത്. NDA അക്കൗണ്ട് തുറക്കുന്ന ചില സൂചനകളും നൽകുന്നുണ്ട്. എങ്ങനെ കാണുന്നത് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളെ? അത് എക്സിറ്റ് പോൾ ഫലത്തിന് ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണല്ലോ അവർ നടത്തുന്നത്. അത് ഈ കണ്ണടച്ചോണ്ട് മാങ്ങയിൽ കല്ലെറിയുന്ന പോലെയാണല്ലോ. കൊണ്ടില്ലേ കൊണ്ടില്ല. അപ്പോ 1.5 ലക്ഷം വോട്ടുള്ള ഒരു സ്ഥലത്ത് 50 പേരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അത് മുഖാമുഖം ചോദിച്ചാൽ ചിലപ്പോൾ കള്ളത്തരം പറയുന്ന ഒഴിവാകും. ടെലിഫോണിലൂടെ ഒക്കെയാണ് ചോദിക്കുന്നത്. ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു? ഈ ഫോൺ എടുക്കുന്ന സത്യം പറഞ്ഞത് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഇതിന് ഉണ്ട്, ന്യൂനതയുണ്ട്. ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫലിക്കുന്ന കാര്യം ഉണ്ട്. പക്ഷെ ഇവിടെ ഇതിൽ ഞാൻ നോക്കിയപ്പോ അങ്ങനെ UDF-ന് ഭൂരിപക്ഷമായിട്ട് വന്നിട്ടില്ല. LDF UDF-ഉം തുല്യം നിന്നുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇന്ന് വന്ന കുറെ എണ്ണത്തിൽ അതില് ഞാൻ നോക്കി അതിൽ കുറച്ച് നമ്പറുകൾ. ഇപ്പൊ UDF-ന് അനുകൂലമായിട്ട് വന്നെന്ന് പറഞ്ഞ 4-5 സീറ്റിന്റെ വ്യത്യാസത്തിൽ വന്നിട്ടുള്ള നോക്കി. അപ്പൊ അവര് ഈ വയനാട് നമ്മുടെ കേളോ മിനിസ്റ്റർ കൂട്ടിയിട്ടുണ്ട്, റിയാസ് മിനിസ്റ്റർ കൂട്ടിയിട്ടുണ്ട്, TP രാമകൃഷ്ണന്റെ കൂട്ടിയിട്ടുണ്ട്, പിന്നെ പാലക്കാട് MP രാജേഷിന്റെ കൂട്ടിയിട്ടുണ്ട്, രാജീവിന്റെ കൂട്ടിയിട്ടുണ്ട് എറണാകുളത്ത്, പിന്നെ കൊല്ലത്ത് കൊല്ലത്ത് ബാലനെ കൂട്ടിയിട്ടില്ല. കൊല്ലം ടൗണിൽ നമ്മുടെ ജയമോഹനെതിരായിട്ട് മത്സരിക്കുന്ന കക്ഷിയെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് എന്നെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ അട്ടൂർക്കാവ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ കാട്ടാക്കട കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഭാവനപുരം കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും അത്ര ഫലപ്രദമാണെന്നില്ല. അത് ഞാൻ കൂട്ടിയപ്പോ തന്നെ 10 എണ്ണം കഴിഞ്ഞു. ഈ 10 എണ്ണം ഞങ്ങൾക്കൊരു സ്വാധീനമുള്ള സ്ഥലമാണ്. ഇപ്പൊ നിലവിലുള്ള ആൾക്കാരെ മത്സരിക്കുന്ന സ്ഥലങ്ങളാണ്. നിലവിലുള്ള ആൾക്കാർ അത്ര പിന്നെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആവണമെന്നില്ല ഈ പറഞ്ഞ പേരുകാരും. അത് അങ്ങനെ തന്നെയാണ്, മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതല്ല എന്ന് വിചാരിച്ചിട്ട് അവർ നടത്തിയ പ്രയത്നവും അവർ നടത്തിയ പിന്നെ പ്രവർത്തനവും ഒന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇത് പ്രായോഗികമായി കൂടെ നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളിപ്പം നോക്കുമ്പോഴേ A ക്ലാസ് മണ്ഡലങ്ങളെന്നുള്ള വലിയ പ്രതീക്ഷയില്ല BJP മുമ്പോട്ട് പോകുന്നത്. ഇപ്പം കഴക്കൂട്ടാവട്ടെ, നേമമാവട്ടെ, മഞ്ചേശ്വരമാവട്ടെ, ഇവരുടെ ഒരു A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് വളരെ ശക്തമായ ഒരു തിരിച്ചു അല്ലെങ്കിൽ ഒരു വരവ് BJPയുടെ ആയിട്ട് ഉണ്ടാകും എന്നുള്ള കണക്കൂട്ടലുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ശരിക്കും കേരളത്തിൽ 3 മുന്നണികളുടെ മത്സരത്തിലേക്ക് ശരിക്കും ഇലക്ഷൻ പോകാൻ തുടങ്ങി. BJPക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അവരൊന്ന് കൂട്ടുന്നത് കാസർഗോഡാണ്, കിട്ടാൻ വേണ്ടി പോകുന്നില്ല. മറ്റൊന്ന് കൂട്ടുന്നത് പാലക്കാടാണ്, കിട്ടാൻ വേണ്ടി പോകുന്നില്ല. മറ്റൊന്ന് കൂട്ടുന്നത് പിന്നെ കഴക്കൂട്ടം കൂട്ടുന്നുണ്ട്, കിട്ടാൻ പോകുന്നില്ല. കാട്ടാക്കട കൂട്ടുന്നുണ്ട്, കിട്ടാൻ പോകുന്നില്ല. അട്ടൂർക്കാവ് കിട്ടുന്നത് പറയുന്നത്, നിയമം കിട്ടുമെന്ന് പറയുന്നത് പോകുന്നില്ല. ഇപ്പൊ തന്നെ 6 ആയല്ലോ, കിട്ടാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പിന്നെ കേരള രാഷ്ട്രീയത്തിലായിരുന്നാലും ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു പ്രവണത കൊണ്ടുവരികയാണ്.
അത് ജനാധിപത്യത്തെ തുരങ്കം വെച്ചുകൊണ്ട് പണാധിപത്യം കൊണ്ട് എന്തും നേടാമെന്നുള്ള ഒരു രീതി നമ്മുടെ കേരളത്തിൽ അവർ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടപ്പിലാക്കുകയാണ്. ഇത് ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾ ചെറുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ഈ നിയമമണ്ഡലത്തിൽ കോടാനുകോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ തന്നെ കോടാനുകോടി തന്നെയാണ്. ഒരു ബൂത്തിൽ ആദ്യത്തെ 2-3 ദിവസക്കാലം പ്രവർത്തനം നടന്നതിന് വേണ്ടി 209 ബൂത്താണ് കിട്ടിയ. വിശ്വസനീയമായ അല്ലാതെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തത്. 250 ബൂത്തിന് എത്ര ലക്ഷം കൊടുക്കേണ്ടി വരും? അങ്ങനെ ഒരു മാസക്കാലത്തെ പണം മാത്രമല്ല, മദ്യം, സാരി, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്ക് ഈ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പൊതുയോഗം നടത്തിയിട്ടില്ലല്ലോ. രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്. പൊതുയോഗത്തിലൂടെയല്ലോ നമ്മുടെ നയം പറയുന്നത്. ഞങ്ങളുടെ ആണെങ്കിൽ CM പങ്കെടുത്തുകൊണ്ടെല്ലാം 10,000 പേര് പങ്കെടുത്ത യോഗങ്ങൾ ഒക്കെ പങ്കെടുത്തിട്ട്, ഞാൻ പങ്കെടുത്തിട്ട് എത്ര യോഗങ്ങൾ നടന്നു. അവരിപ്പം ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ MP മാരെ വിലയ്ക്ക് വാങ്ങി. കോടാനുകോടി രൂപ കൊടുത്ത വിലയ്ക്ക് വാങ്ങി. ഇപ്പൊ ഇലക്ഷനൊന്നും മത്സരിക്കണ്ട, വിലയ്ക്ക് വാങ്ങി. ഇപ്പൊ ഗോവയിൽ അവിടെ ജയിച്ചു വന്ന മുഴുവൻ ആൾക്കാരെ എടുത്തോട്ട് പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കി. ഏറ്റവും ജനാധിപത്യത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും എന്താ പറയാൻ കപട രാഷ്ട്രീയത്തിന്റെ ഉടമകളായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവരോട് മത്സരിക്കണമെങ്കിൽ അദാനി പോലുള്ള മുതലാളിമാർ വന്നാലേ മത്സരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെയെല്ലാം കൊടുത്ത് ശീലിക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഇത് പടർന്നു പിടിക്കൂലേ? അപ്പൊ യഥാർത്ഥ ജനാധിപത്യത്തെ കാണില്ല. ഇപ്പൊ ഇവിടെ എന്റെ നിയമമണ്ഡലത്തിൽ അവർ ചെയ്തത്, ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് അയാൾ ജയിക്കാൻ പോകുന്നുള്ള നിലയിൽ നിന്നല്ലോ പറഞ്ഞു. എങ്കിൽ പിന്നെ എന്റെ നിയമത്തെ ജനങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് വോട്ട് ചെയ്യുമെന്ന് പറയില്ലേ? അങ്ങനെയൊന്നും അവരൊരിക്കലും ചെയ്യില്ല. ഇപ്പം നിയമത്തെ ചെയ്തെന്ന് നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടെങ്കിൽ, അപ്പൊ ഈ നാട്ടുകാരുടെ BJP-ക്കാരെ വിശ്വാസമില്ലാത്തതിന് പുറത്തുള്ള കുറെ ആൾക്കാരെ കൊണ്ടു. അവരെല്ലാം പിന്നെ എക്സിക്യൂട്ടീവ് കക്ഷികളാണ്. നിങ്ങളെ നിയമത്തെ വോട്ടറാണെന്ന് പറഞ്ഞ് ചെന്ന് ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവര് വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എന്റെ വീട്ടിൽ 5 പേരുണ്ട്. 2000 രൂപ വെച്ച് 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തുടങ്ങുകയാണ്. എന്നിട്ട് അവരെ വരട്ടെയാണ്, ഞങ്ങളിതാ രേഖയുണ്ട്, നിങ്ങൾക്ക് പൈസ തന്നേന്. വോട്ടും ഇതുപോലെ ചെയ്തല്ലോ എന്നുള്ള അറിയാളെ സമ്പ്രദായം നമുക്കുണ്ട്. ഇങ്ങനെ ഓരോ ബൂത്തിലും ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് പിടിക്കപ്പെട്ടു. ഇവിടെ ഞാൻ പരാതിപ്പെട്ടു. അതായത് RMS ഒരു ബോക്സ് വന്നു, 4 ബോക്സ്. പൈസ കൊണ്ടുവരാൻ റോഡ് വഴി കൊണ്ടുവരാൻ പ്രയാസമാണ്. അതൊരു ടാക്സിയിലാണ് ഇവിടുന്ന് എടുത്തിട്ട് പോയത്. ആ ടാക്സി നമ്പർ എടുത്തു കൊടുത്തായിരുന്നു. കമ്മീഷണറോട് ഞാൻ നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചു. പക്ഷെ അന്വേഷിച്ചപ്പോ കമ്മീഷണർ പറയുന്നത് അതൊരു ബൈക്കിന്റെ നമ്പറാണ്. ബൈക്കിന്റെ നമ്പറാണോ അല്ലേന്ന് പരിശോധിക്കാൻ വേണ്ടിയല്ലേ കമ്മീഷണർ വിളിച്ച് പറഞ്ഞത്. അവരൊക്കെ പേടിച്ചിരിക്കുകയല്ലേ, വരട്ടെയല്ലേ. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ യോഗം വിളിച്ചു നിയമമണ്ഡലത്തില്. എല്ലാവർക്കും ഉത്തരവാദിത്തം കൊടുത്തു. പൈസയുടെ ഉത്തരവാദിത്തം കൊടുക്കാൻ. കാരണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരായിട്ട് അവിടെ 3-4 ഓഫീസുണ്ടല്ലോ. ആസാമിൽ നിങ്ങൾ അടിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവങ്ങൾ എന്ത് ജോലി ഉടനെ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു നല്ല സ്പിരിറ്റിലുള്ള ഒരു ജനാധിപത്യപരമായുള്ള ഒരു മത്സരം അല്ല ഈ BJP ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു റോൾ മോഡലാണ് ഈ ചന്ദ്രശേഖരന്റെ അവിടുത്തെ ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയും കാശൊന്നും മുടക്കാൻ ഉണ്ടാവില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല, ശബരിനാഥിനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. അവർ രാഷ്ട്രീയം ഒട്ടും പറഞ്ഞില്ല. അവർ ധരിച്ചിരിക്കുന്നത് പണം കൊണ്ട് എന്ത് നേടാം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതായിട്ടുണ്ട്. അതെനിക്ക് ചെറുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണം വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആരോപണം. അതേപോലെ കോൺഗ്രസ് ഇപ്പം
തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാമ്പായി നടന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പബ്ലിക്കായിട്ട് തന്നെ ബോർഡുകൾ വന്നു തുടങ്ങി. ചെന്നിത്തലനെ സ്വാധീനിച്ച് കുറച്ച് പേര്, കെ സി വേണുഗോപാൽ മുന്നോട്ട് കുറച്ച് പേര്, പി ഡി സതീശൻ കുറച്ച് പേര്. അപ്പൊ അതെങ്ങനെ കാണുന്നതല്ലേ ഒരു അധികാരത്തർക്കം കിട്ടുന്നതിന് മുമ്പ്, തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നോക്കുന്നുണ്ട്. നമുക്ക് മാത്രമുള്ള ക്ഷീണം, അവർക്ക് മാത്രമുള്ള ക്ഷീണം, കേരളത്തിന് മൊത്തം ക്ഷീണമാണ്. ഒരു അധികാര സ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്, എന്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയല്ല. ഇവിടെ നടക്കുന്നത് ഈ പാവപ്പെട്ട കോൺഗ്രസുകാരെ കൊണ്ടും യു ഡി എഫുകാരെ കൊണ്ടും രാവുകൾ കഷ്ടപ്പെടുത്തി, രാത്രിയും പകലുമില്ല കഷ്ടപ്പെടുത്തിയിട്ട് അവൻ പ്രദാനം ചെയ്ത സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹാരം കാണണം എന്നുള്ളതല്ല, എന്റെ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന, എനിക്കൊരു മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ചോദിച്ചു വാങ്ങുന്ന ഈ കൂട്ടർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അവിടെ ഒരു തർക്കവും ഇല്ലല്ലോ. ഞങ്ങൾ ആരെ പേരും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ടീമിനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ലീഡറെ തീരുമാനിച്ചിട്ടുണ്ട്, സഹ പിണറായി വിജയനെ. ഇവിടെ എന്തെല്ലാം വൃത്തികേടാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. റിസൾട്ട് ഇതുവരെയും വന്നില്ല. പെട്ടിക്കിടക്കുന്ന വോട്ട് മന്ത്രിമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു, വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. എന്റെയൊക്കെ മന്ത്രി ഓഫീസിന്റെ മുന്നേ വന്നിരുന്നു റൂം നോക്കാൻ വേണ്ടി. ആരോ പറഞ്ഞയച്ചായിരുന്നു റൂം നല്ല റൂമാണ്. ഞാൻ പറയുന്നത് കയറി ഇതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി പറഞ്ഞു, റൂം നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? എങ്ങനെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയും? സ്വന്തം കാര്യങ്ങൾക്ക് സ്വന്തം ആഫീസ്, നല്ല ആഫീസ് തിരഞ്ഞെടുക്കുക, നല്ല വകുപ്പ് തിരഞ്ഞെടുക്കുക, നല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുക. ഇങ്ങനെ ഒരു കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പൊ അറിയാലോ, മറ്റു സംസ്ഥാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ വിവരം അറിയാലോ. ഇപ്പൊ ബംഗാളിന്റെയും ആസാമിന്റെയും ഒക്കെ തന്നെ, ചെന്നൈ തമിഴ്നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഇത്രയും ഒരു അച്ചടക്കമില്ലാത്തതും അധികാര സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന, പരസ്പരം കാലുവെട്ടുക ചെയ്യുന്ന ഓരോരുത്തർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവൻ പാടില്ല, എന്തുകൊണ്ട് പാടില്ല എന്നുള്ളവരും. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, സ്ഥാനം കിട്ടാൻ വേണ്ടി മറ്റാണ്. ഇതിലെ ഈ സ്ഥാനം വേണമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചിലടിച്ച് കരയുന്നവരുണ്ടല്ലോ, അവരെന്ത് ത്യാഗമായതിനു വേണ്ടി സഹിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമുണ്ട്. ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS, അല്ലെങ്കിൽ ആർ ശങ്കർ, അല്ലെങ്കിൽ PK വാസുദേവൻ നായർ, അല്ലെങ്കിൽ കെ കരുണാകരൻ, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ, EK നായനാർ, കെ കരുണാകരൻ, അവരെയും അതേപോലെ തന്നെ ഇപ്പോ പിണറായി വിജയൻ, ഇപ്പൊ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കിടന്ന് ചാടുന്നവരുടെ ഒരു ചരിത്രവും അവരുടെ ഒരു പൊതുരാഷ്ട്രീയത്തിലുള്ള സംഭാവനയും അവരുടെ ത്യാഗവും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം തന്നെയുള്ള. ആനയും ആടെന്നും പറഞ്ഞാൽ പോരാ, ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ എംപിമാർക്ക് മത്സരിക്കാൻ മാത്രമേ വിലക്കുണ്ടായിരുന്നുള്ളൂ, ഭരണത്തിൽ പങ്കാളികളാവാനില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കെന്താ കാര്യം? യഥാർത്ഥ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണത്. ഏതായാലും വിജയപ്രതീക്ഷയിലാണ്. നാളെ ഇനി നമുക്ക് വീണ്ടും ഒരു 12 ശേഷം വീണ്ടും കാണാം. അല്ല, വിജയപ്രതീക്ഷയെ തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും MLA ആവാനും MP ആവാനും മുഖ്യമന്ത്രി ആവാനും മന്ത്രിമാരാവാനും വേണ്ടി മാത്രമല്ലല്ലോ. അതല്ലാത്ത സാഹചര്യത്തിലും നന്നായി തന്നെ പ്രവർത്തിച്ച പഴക്കവും പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ദുഃഖവും ബുദ്ധിമുട്ടും ഒന്നുമില്ല.